ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടി കുട്ടി മുറുക്കുണ്ടാക്കിയാലോ. കണ്ടില്ലേ, നല്ല ക്രിസ്പിയായ മുറുക്കാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഇടിയപ്പം, പത്തിരി, അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഒട്ടും തരിയില്ലാത്തത്. അപ്പോൾ അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ പച്ചരി പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ തരിയില്ലാത്തതാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു കപ്പ് പൊടിക്ക് നമ്മൾക്ക് അത്യാവശ്യം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. അത് ഏകദേശം 1/4 ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ്. അതിൻ്റെ സെയിം അളവിൽ തന്നെ നമ്മൾ എള്ള് കൂടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ എള്ള് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്ത് 2 പിഞ്ച് മറ്റേ ഇതുണ്ടല്ലേ, കായമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാ കശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പില്ലേ, ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പില്ലേ, അതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് അതുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമുക്ക് നല്ലവണ്ണം അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലവണ്ണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുന്നേ നമ്മൾ എടുത്തു വെച്ചിരുന്ന അതിലേക്ക് നമുക്ക് ഒരു അരിപ്പ എടുത്തിട്ട് അരിച്ചിട്ടിട്ട് കൊടുക്കാമല്ലോ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സേവനാഴിയിൽ കൂടെ പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഇത്രയും തരി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിനിടാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ മുന്നേ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴക്കത്തില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണയല്ല, ഞാൻ സാധാ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാനത് ഓർത്തത് കേട്ടോ. അങ്ങനെ 2 ടേബിൾ സ്പൂൺ, 2 തികച്ചില്ല, ഏകദേശം 1.5 ടേബിൾ സ്പൂണുള്ള എണ്ണ കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഇടിയപ്പത്തിൻ്റെ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഉണ്ടാക്കിയാലോ. അങ്ങനെ ഇതാ നമ്മുടെ സേവനാഴിയിൽ ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ടേ. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇത് കുറേ നാളായി യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഈ മുറുക്കിൻ്റെ അങ്ങനെയുള്ള എല്ലാം എടുത്തിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ കാണാനില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുട്ടി മുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതാ എണ്ണയിലേക്ക് നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ഈ ഒരു സമയത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആവി മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ തവി ഒന്ന് കുറച്ച് നേരം എണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ചതിന് ശേഷം ആ തവിയിലേക്ക് ആക്കിയതിന് ശേഷം അത് വെച്ച് മുക്കിയിട്ട് വറുത്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് വറുത്തെടുക്കുന്നത്. ബി കെയർഫുള്ളായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുത്തത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ആവി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുറുക്കൊക്കെ ഏകദേശം സെറ്റായി വരുന്ന സമയത്ത് ആ പതയെല്ലാം നിന്ന് ഇതുപോലെ ഇരിക്കും. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടേ. ഇതാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ഐഡിയ. കുറച്ച് നേരം നമ്മൾ ആ എണ്ണയ്ക്കകത്ത് തവി മുക്കിയിട്ടതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇതുപോലെ തവിയിലാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അത് അത്യാവശ്യം നല്ലവണ്ണം വെന്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് വിട്ടുപോരും കേട്ടോ. പിന്നെ നമുക്ക് വറുത്ത് കോരിയതിന് ശേഷം അത് തണുത്ത് സെപ്പറേറ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും ഒരു നല്ല ഐഡിയ ആണ്, കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതെല്ലാം തന്നെ വറുത്ത് കോരി എടുത്തിട്ടുണ്ടേ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കുട്ടി മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരുന്നു. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
മറ്റു പുതിയ വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.